അമേരിക്കയിലെ ന്യൂജേഴ്സിയുടെ ആകാശത്ത് അജ്ഞാതമായി പറന്നു നടക്കുന്ന ഒരു കൂട്ടം ഡ്രോണുകളെ കണ്ടെത്തി. അമേരിക്കയുടെ ന്യൂജേഴ്സിയിലുള്ള മിലിറ്ററി ബേസിലും അടുത്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ഗോൾഫ് കോഴ്സ് എന്നിവിടങ്ങളിലും ഈ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തി. റഡാറിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അത്യാധുനിക ടെക്നോളജീസ് ഉള്ള ഡ്രോണുകളാണെന്നാണ് കരുതുന്നത്. ചിലർ പറയുന്നത് ഇത് പ്രൊജക്ട് ബ്ലൂ ബീമിന്റെ ഭാഗമാണെന്നാണ്. എങ്ങനെയാണ് ഈ ഡ്രോണുകൾ അമേരിക്കയുടെ റഡാർ സിസ്റ്റത്തെയും മറികടന്ന് അമേരിക്കയിൽ എത്തിയതെന്നും ആരാണ് ഇതിൻ്റെ പിന്നിലെന്നും എന്താണ് പ്രൊജക്ട് ബ്ലൂ ബീം എന്നതുമൊക്കെ വിശദമായി തന്നെ നമുക്ക് നോക്കാം. 2024 നവംബർ മാസത്തിൽ ന്യൂജേഴ്സിയിലെ റാരിറ്റൻ നദീ തീരത്തും റൗണ്ട് വാലി റിസർവോയർ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് സമീപമാണ് ആദ്യമായി ഈ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ ഡ്രോണുകൾ വലുതും റഡാറിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അത്യാധുനിക ടെക്നോളജീസ് ഉള്ളവയാണ്. ഇതിന് ശേഷം ഡിസംബർ 3-ാം തീയതി FBI ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുകയും ന്യൂജേഴ്സിയിലെ പ്രദേശങ്ങളിൽ ഫ്ലൈറ്റ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയും ചെയ്തു. അതായത് ഈ മേഖലകളിൽ ഡ്രോണുകൾ പറത്തുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഡിസംബർ അവസാനത്തോടു കൂടി ന്യൂജേഴ്സിയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഡ്രോണുകളുടെ സാന്നിധ്യം ന്യൂയോർക്ക്, പെൻസിൽവേനിയ തുടങ്ങിയ സ്ഥലങ്ങളിലും കണ്ടെത്തി. FBI, DHS, FAA തുടങ്ങിയ ഫെഡറൽ ഏജൻസികൾ ഡ്രോണുകളുടെ പിന്നിലെ സത്യം കണ്ടെത്താനായി അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ വ്യക്തമായൊരു ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ഡ്രോണുകൾ പറത്താൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള വിചിത്രമായ ഡ്രോണുകളെ കാണപ്പെട്ടിരുന്നത്. മാത്രമല്ല അമേരിക്കയുടെ മിലിറ്ററി ബേസിലും നേവൽ സ്റ്റേഷനിനു മുകളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രോണുകളെ കാണാൻ സാധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് വന്ന പ്രതികരണം ഇത്തരത്തിലായിരുന്നു: ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല, ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് ഒന്നുമല്ല എന്നായിരുന്നു പറഞ്ഞത്. അതായത് ഇതെന്താണെന്നോ ഇതിന് പിന്നിൽ ആരാണെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹൂച്ചലും ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫിയും അന്വേഷണത്തിന് കൂടുതൽ ഫെഡറൽ സഹായം വേണമെന്നും റോബിൻ റഡാർ സിസ്റ്റം പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ടു. അടുത്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ജോ ബൈഡനും മിലിറ്ററിക്കും കൃത്യമായ അറിവുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ജോ ബൈഡൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾ സൂക്ഷ്മമായി ഈ വിഷയത്തെക്കുറിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു തരത്തിലും പേടിക്കാനുള്ള ഒരു കാര്യവും ഇതിൻ്റെ പുറകിലില്ല എന്നാണ്. സാധാരണയായി നമ്മൾ കാണുന്ന ഡ്രോണുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രൂപത്തിലുള്ള ഡ്രോണുകളാണ് അമേരിക്കയുടെ ആകാശത്ത് കാണപ്പെടുന്നത്. ഈ ഡ്രോണുകൾ ഏകദേശം 5 to 10 മണിക്കൂർ വരെ ആകാശത്ത് നിലനിൽക്കാൻ സാധിക്കുന്ന അത്യാധുനിക ടെക്നോളജീസ് ഉള്ളവയാണ്. മാത്രമല്ല കാറ്റും മഴയും പോലെയുള്ള ശക്തമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടും ഈ ഡ്രോണുകൾ ആകാശത്ത് തന്നെ നിലനിന്നിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഒരുപാട് തിയറികളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലർ പറയുന്നത് ചൈനയോ റഷ്യയോ ഇറാനോ പോലെയുള്ള ഏതെങ്കിലും ഫോറിൻ കൺട്രീസ് പറത്തിവിട്ടിട്ടുള്ള ഡ്രോണുകളായിരിക്കാം ഇതെന്നാണ് ചിലർ പറയുന്നത്. അടുത്തൊരു തിയറി പറയുന്നത് ഇത് ഗവൺമെന്റിന്റെ തന്നെ ഒരു സീക്രട്ട് മിലിറ്ററി ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഡ്രോണുകൾ കാണപ്പെടുന്നത് എന്ന്. ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള വസ്തുക്കൾ ആകാശത്ത് കാണുമ്പോൾ അവസാനം ഇത് കൊണ്ടുചെന്ന് വെക്കുക ഏലിയനുകളിലായിരിക്കും. ഈ ഡ്രോണുകൾക്കൊരു വിചിത്രമായ രൂപമാണ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളാണ്. ഇതിന് പിന്നിൽ ഏലിയനുകളായിരിക്കാമെന്നാണ് ചിലർ പറയുന്നത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു തിയറിയാണ് പ്രൊജക്ട് ബ്ലൂ ബീമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് 1990കളിൽ കനേഡിയൻ ജേർണലിസ്റ്റായ സെർജ് മൊണാസ്റ്റ് അവതരിപ്പിച്ച ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് ബ്ലൂ ബീം.
ലോകത്തിലെ ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യരും ശക്തരുമായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഡ്രോണുകളാകാം ഇതെന്നുമുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഗവൺമെൻറ് ഒഫീഷ്യൽസ് പറയുന്നതനുസരിച്ച് 2023 സെപ്റ്റംബറിൽ നിലവിൽ വന്ന ഒരു പുതിയ റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതെന്ന്. അതായത് 2023 ഗവൺമെൻറ് കൊണ്ടുവന്നൊരു റൂളാണ് 3 മൈലുകൾക്കപ്പുറത്ത് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റുകളുള്ള ഡ്രോണുകൾ രാത്രിയിൽ പറത്താമെന്നത്. ഈ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ വ്യത്യസ്ത കമ്പനികൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഡ്രോൺ ഡെലിവറി പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷണ പറത്തലുകളാകാം ഇതെന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ തന്നെ 2019 US നേവി പൈലറ്റുകൾ അസാധാരണ വേഗതയിൽ നീങ്ങുന്ന UAPs അഥവാ അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫെനോമിനൻ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെ ആകാശത്ത് കാണുന്ന ഡ്രോണുകളെ കുറിച്ച് ഇതുവരെ US ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇതെന്താണെന്നോ ഇതിന് പിന്നിൽ ആരാണെന്നോ എന്നതിനെയൊക്കെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുമുള്ള പ്രതികരണങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.